സ്ട്രോബെറി കഴിച്ചു നോക്കാം, ഫ്രഷ് സ്ട്രോബെറി. നടന്ന് കുഴങ്ങി. ഇത് 3 എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നേട്ടാ. ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഓ, ഇതൊരു ഉള്ളിൽ ടറർ ഏരിയ ഉള്ള തണുപ്പായി പോയി. ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും തണുപ്പ് ഒരു രക്ഷയില്ല. കൈ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ നല്ല തണുപ്പുണ്ട്. പിന്നെ ഷൂ ഉണ്ടായതുകൊണ്ട് കാലിന് വലിയ സീനില്ല. ഇവിടുന്ന് നമുക്ക് വരാനുള്ള ബസ് 7:15 ഇങ്ങനത്തെ ഒരു ബസ്സാണ് പോകാനുള്ളത്. പക്ഷേ ഈ ബസ്സല്ല നമുക്ക് പോകാനുള്ളത്. എന്തായാലും ബസ്സിന് വെയിറ്റ് ചെയ്യുക, എല്ലാവരും വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ ഇവിടെ ക്ലോക്ക് റൂം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ലഗേജൊക്കെ കൂടുന്നാൽ അതേപോലെ നമ്മളെ എടുത്തേക്കേണ്ടി വരും. ഒരു സ്ഥലത്തൊന്നും ക്ലോക്ക് റൂം ഇല്ലയെന്നാണ് തോന്നുന്നത്. ചോദിച്ചു പറഞ്ഞോട് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ 7:15 ബസ്. അപ്പം 7:10 5 മിനിറ്റ് കൂടി ഇനിയും കാത്തിക്കണം. അപ്പോൾ ബസ് കയറിയിട്ട് ഞാൻ വരാം. മൂന്നാർ ടു വട്ടവട അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് നല്ല കാഴ്ചകളും നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ യാത്ര ചെയ്യുന്നത് 7 മണിക്കാണ്. 7 മണിക്ക് ബസ്സിന് നമ്മൾ കയറിയിരിക്കുന്നത്. ഏകദേശം 1.5 to 2 മണിക്കൂർ ട്രാവലിംഗ് ടൈം ആകും നമുക്ക് വരുന്നുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. വട്ടവടയൊക്കെ നമ്മൾ ഇന്ന് പോകുന്നത്. ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, വില്ലേജസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ബസ്സിന് ബോർഡ് നോക്കുന്ന ടൈമിൽ വട്ടവട എന്ന് ബസ്സിൻ്റെ ബോർഡ് ഉണ്ടാകുമല്ലോ കേട്ടോ. അക്കാര്യം അതിന് പകരമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും കോവിനൂർ എന്നാവും കേട്ടോ. അത് നോക്കിയിട്ട് കയറിയാൽ മാത്രം നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ. നമ്മൾ പോകുന്ന ടൈമിൽ ഒരുപാട് ടീ പ്ലാന്റേഷൻ്റെ ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ. മൂന്നാറിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ഫ്രെയിമിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാഴ്ചയാണ് തേയിലത്തോട്ടങ്ങൾ. നമ്മൾ പോണ റൂട്ടിൽ 2 സൈഡിലും തേയിലത്തോട്ടങ്ങളാൽ സമൃദ്ധിയായിട്ടുള്ളൊരു കാഴ്ച ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയൊരു ചാറ്റൽമായ രാവിലെ ഉണ്ടെന്നുണ്ടെങ്കിലും യാത്രനെ ബാധിച്ചിട്ടില്ല. ഈ കടകളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും. നമ്മൾ പോകുന്ന ടൈം അതിരാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ആക്റ്റീവ് വരാൻ 10 മണിയെങ്കിലും ആവട്ടെ. നമ്മൾ യാത്ര നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ കടകളൊന്നും ഓപ്പൺ അല്ല, എല്ലാം അടഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൽ പോകുമ്പോൾ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടി ഉണ്ട്. ഞാൻ പോകുന്ന വയൽ കാട്ടുപോത്തിനെ കണ്ടിന്ന് ക്യാമറൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ മൂപ്പര് വഴിക്ക് പോയി ക്യാമറ ഓൺ ആയപ്പോഴത്തേന്. ഇത് പിന്നെ ഒരു ടീ പ്ലാന്റേഷൻ ആട്ടോ നമ്മൾ മുന്നിൽ കാണുന്നത്. അത്യാവശ്യം നല്ല കുറച്ച് വലിയ ഏരിയ ഉണ്ട്. ഏതാണ് പേര് നെയിമൊന്നും കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഇവിടുത്തെ ഒരുവിധപ്പെട്ട മേഖലയിൽ കുറേ ടീ പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാറിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ കാന്തല്ലൂരിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൽ ഹാരിസൺ ടീൻ്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്ലാന്റേഷന്. നമ്മളെ സൈഡിൽ വലിയൊരു ഡാമാട്ടോ. തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ അത്യാവശ്യം 1 മണിക്കൂർ ഇവിടെ ഡാമിൽ ജാം ആയിക്കണം. ഡാമിൽ മാട്ടുപ്പെട്ടി ഡാം എന്നാണ് ഇതിൻ്റെ പേര്. 1 മണിക്കൂർ നമ്മൾ ഏകദേശം ഈ ഗ്യാപ്പിൽ ജാമായിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല എല്ലാ വാഹനങ്ങളും. ഈ റോഡിന് പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ടൈമിൽ 1 വാഹനങ്ങൾ മാത്രമേ കയറുള്ളൂ. 2 വലിയ വാഹനങ്ങൾ യാത്ര തിരിച്ചിന് കോട്ടകം നട്ടോ. കോട്ടകം 12:05 സൂപ്പർ ഡീലക്സ് ബസ് ഉണ്ട്, സെമി സ്ലീപ്പർ. അതിന് കയറുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ 341 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. നമ്മൾ രാവിലെ 6:30 മൂന്നാർ എത്തിച്ചേരും. 7 മണിൻ്റെ ബസ്സിന് നമുക്ക് യാത്ര തുടങ്ങാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിനൊക്കെ ഒരു ബസ്. ഇത് മാത്രമല്ല വട്ടവടയിൽ നിന്ന് ലാസ്റ്റ് ബസ് തിരിച്ചിട്ട് 4:30 അത് കഴിഞ്ഞാൽ ബസ് സർവീസ് ഇല്ല KSRTCൻ്റെ. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വരിക. പിന്നെ അത് മാത്രമല്ല വട്ടവടയിൽ നിന്ന് തിരിച്ച് മൂന്നാർക്ക് ബസ് സർവീസ് അല്ലാതെ ജീപ്പ് സർവീസ് കൂടി ഉണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ കീഴിലുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. സാധാ ജീപ്പാണ് സർവീസ് നടത്തുന്നത്. എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ല, മുന്നേ വന്നിട്ടുള്ള. അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ ടൈം എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ മിസ്സാവാതെ നോക്കുക. ബസ് മാക്സിമം അത്രയും നേരത്തെ തന്നെ വരിക. ഈ വ്യൂ ഒക്കെ കണ്ടില്ല എന്താ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ കിട്ടാണ്ട് ആ ഒരു വ്യൂ. ഇത് ഏത് സൈഡിലും നിങ്ങൾ വന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് മൂന്നാർ തന്നെ കേട്ടോ. മൂന്നാർ കഴിഞ്ഞിട്ട് വേറെ ഏത് സ്ഥലവും തേയിലയിൽ നമ്പർ 1 ആകുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇവിടുന്ന് നല്ല സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങി കിട്ടും. ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. ഈ മലനിരകളൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ വലുപ്പും അതിൻ്റെ ഒരു ഉയരമൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗി. വട്ടവടയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ട്രക്ക് ചെയ്താൽ പിന്നെ അവിടുന്ന് നമ്മളെ മൈസൂർ ഭാഗത്തേക്ക് കൊടൈക്കനാൽ ഭാഗത്തേക്ക് 36 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് എന്നോട് ഒരു പ്രാദേശികവാസി പറഞ്ഞത് കേട്ടോ. അവരുടെ വീടൊക്കെ ആ ഭാഗത്താണ്. അവർ വർക്കിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞത്. ഇത് പിന്നെ
പൈൻ മരത്തോട്ടങ്ങളാണ് കേട്ടോ രണ്ട് സൈഡിലും. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു വ്യൂ ആണിത്. ഈ വ്യൂ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഊട്ടിൻ്റെ അതേ സെയിം കാഴ്ച കേട്ടോ. പക്ഷേ ഊട്ടിയിൽ കുറച്ചുകൂടി കളർഫുള്ളായിട്ടുണ്ട് വില്ലകളൊക്കെ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ വട്ടവട എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മളൊന്ന വസ്തുത വട്ടവട എത്തി. നമ്മൾ ആദ്യം എന്തെങ്കിലും ഭക്ഷിക്കണം. ഭക്ഷിച്ചതിന് ശേഷം യാത്ര ഉള്ളൂ. എന്താ കഴിക്കുന്നത്? മലബാർ റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്താ പാടാ, ചെന്ന് നോക്കട്ടെ മലബാർ റെസ്റ്റോറൻറ്റിൽ. ഞാൻ ബസ് ഇറങ്ങിയെടുത്ത് മുകൾക്ക് നടന്നു കിട്ടും ഒരു 5 മിനിറ്റ് നടന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ താഴത്ത് ഭയങ്കര റേറ്റാണ് ടാക്സിക്കൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുകളിൽ ചെന്നാൽ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു ഓട്ടോ എനിക്ക് കിട്ടി. 30 രൂപയാണ് എന്നോട് പറഞ്ഞത്. ഇത് ഷെയർ ഓട്ടോ ആണ് കേട്ടോ. നമ്മൾ മുകൾക്ക് പോകാൻ ഒരു കുതിര കണ്ടില്ല വഴിയിൽ നിൽക്കണ്. ഇത് മാത്രമല്ല ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പോകുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടത്. ഞാൻ നടക്കാനുള്ള ഗ്യാപ്പുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നടക്കാൻ പറ്റില്ല, കുറേ ടൈം യാത്ര ചെയ്യാണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം അരമണിക്കൂർ നടന്നിട്ടാണ് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തനി ഗ്രാമീണ കാഴ്ചകളാട്ടോ. കുറേ ആൾക്കാർ വർക്കിന് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ തുണി അലക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഇതാ കൃഷിക്ക് ആവശ്യമായ കന്നിനായിട്ട് പൂട്ടിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റുട്ടോ നമ്മൾ യാത്രയിൽ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നത്, നമ്മൾ കൊട്ടക്കമ്പൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ് പോണത്. അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊരു വെള്ളച്ചാട്ടവും സ്ട്രോബെറി തോട്ടവും പച്ചക്കറി കൃഷിയും ഒക്കെ അടങ്ങിയൊരു ചെറിയൊരു ഗ്രാമമാണിത്. ഇതിന് മുന്നേ ഇവിടെ ആന വന്നിട്ടുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയെന്ന്. അതിന് ശേഷം ഇപ്പോൾ സൈലൻ്റാണ്, ആക്രമണങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവിടുന്ന് എനിക്ക് കിട്ടിയ വിവരം. ഇത് സ്ട്രൈറ്റ് ഈ കവാടം കടന്നാൽ ഫുള്ള് കോവിൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോവിലങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ കോഹിനൂറിന് പേര് വന്നത് എന്നുള്ളത്. നമ്മൾ ഏകദേശം യാത്ര കഴിഞ്ഞ് ഈ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ തന്നെ ഒരു 8 കോവിലുകളും തന്നെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഈ ഏരിയ എത്തുമ്പോൾ തന്നെ. ഇത് പിന്നെ ഇവിടുന്ന് പിന്നെ ഫുള്ള് പക്ക ഗ്രാമീണ കാഴ്ചകളായി മാറി അവരെ. അങ്ങനെ നമ്മളൊരു ഓട്ടോ കയറി ഇങ്ങോട്ട് പോകുന്നത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, കാരണം ഹോട്ടലത്ര വൃത്തിയൊന്നുമില്ല. അതിൻ്റെ കിച്ചണും ടോയ്ലറ്റൊക്കെ ഒരേ ഏരിയ തന്നെയാണ്. അപ്പം ഞാൻ ബാത്റൂമിൽ പോകേണ്ടപ്പോൾ ബാത്റൂം പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇത് മലബാർ റെസ്റ്റോറൻറ്റ് എൻ്റെ പേരിലാണ്. അപ്പോൾ അവിടുന്ന് പ്രോഗ്രാം ക്യാൻസലാക്കിയിട്ട് ഇനി ഇവിടെ ഒരു വെള്ളച്ചാട്ടം വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോകട്ടോ. ഇവിടുന്ന് നമ്മൾ ബസ് ഇറങ്ങിയ ആ ഭാഗത്തുനിന്ന് ഓട്ടോ ഉണ്ടാവും, അത് വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ ഒരു 200-250 രൂപ ആ റേഞ്ച് പോലെ വരും. അത് നേരെ മുകൾക്ക് കയറി, ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. മുകൾക്ക് കയറുകയെന്നുണ്ടെങ്കിൽ 30 രൂപയ്ക്ക് നമുക്ക് ഈ സ്പോട്ടിലെത്താൻ പറ്റും. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടാ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. പക്ഷെ നമ്മൾ പോണത് ഇതിൻ്റെ മുകളിലുണ്ട്, നല്ല അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്, കാണാൻ പോകണം കേട്ടോ. അപ്പോൾ ഓട്ടോ വിളിക്കുമ്പോൾ നിങ്ങൾ ആരും വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. താഴെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഓട്ടോ കയറരുത്, കാരണം 200 രൂപ 250 രൂപ എന്തും പറയും. ഞാൻ അവിടുന്ന് കയറുന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ്. അപ്പം പിന്നെ നേരെ മുകൾക്ക് കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ സംഭവം ഒരു സിമ്മും റേഞ്ചില്ല. സംഭവം ഇത് കേരളത്തിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്. തമിഴ് ടച്ചാണ് ഇവിടുത്തെ കൾച്ചർ മൊത്തം. വീട് പോയാലും ശരി, ആൾക്കാരെ ഡ്രസ്സിങ്ങും കോഡൊക്കെ എല്ലാ ഇത് നോക്കുകയെന്നുണ്ടെങ്കിലും തമിഴ് സ്റ്റൈലിലാണ് എല്ലാവരും. പിന്നെ ഒരു സിമ്മും റേഞ്ചില്ല. BSNL ഉണ്ടാകും തോന്നുന്നു. എൻ്റെ BSNL ഇല്ല, റേഞ്ച് ഇല്ല എന്നാണ് എന്നോട് ബസ്സിൽ വന്ന എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട്. സിമ്മ് റേഞ്ച് കിട്ടില്ല എന്ന് പറഞ്ഞ് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വരുന്ന അതും ശ്രദ്ധിക്കുക, സിമ്മ് റേഞ്ച് ഉണ്ടാവില്ല. ജിയോൻ്റെ എനിക്കറിയില്ല, ജിയോയും വോഡോഫോണും ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവും. വോഡോഫോണും ജിയോയും നമ്മളെ BSNL റേഞ്ച് ഉണ്ടാവും. എയർടെൽ വോഡോഫോൺ ഐഡിയ അതൊന്നും റേഞ്ചില്ല എന്തായാലും. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കട്ടെ വരുമ്പോൾ എല്ലാവരും. ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന് കാഴ്ചയിൽ കാണിച്ചു തരാം. അതാ നിൽക്കണേ നമ്മൾ തേടി വന്ന സാധനം. മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടാ. താഴത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടാ അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഫുള്ള് കൃഷിയാണ് മെയിനായിട്ട് നടക്കുന്നത് കേട്ടോ. എന്താ പാട് അടിപൊളി വെള്ളച്ചാട്ടം. ഫ്രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കണേ. അപ്പം ഞാൻ പോകാൻ പറ്റുമോ എന്താണെന്നറിയില്ല. കൃഷീൻ്റെ ഒരു വ്യൂ കാണിച്ചു കേട്ടോ. ഇവർ കൃഷി ചെയ്യുന്നതാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. എന്താ രസം എന്നറിയോ, എന്ത് ഭംഗിയിലാണ് ഇപ്പോൾ കാണാൻ. ഹാർവെസ്റ്റിങ് കഴിഞ്ഞ് തോന്നുന്നു. വിത്തിട്ടിക്കണ തോന്നുന്നു ഇവിടെയൊക്കെ. ഇതൊക്കെ വിത്തിട്ടിക്കണേ. അവിടെ അതേപോലെ തന്നെ എന്ത് ഭംഗി കാണാൻ. ഓ എങ്കിലും കാഴ്ചകൾ ഉണ്ടാകുന്നില്ല. വെള്ളച്ചാട്ടത്തിനാണ്ട് എടുത്തിട്ട് പോകണമെന്നുണ്ട്. എങ്ങനെ പോകുന്ന ഐഡിയൊന്നുമില്ല. എന്തായാലും ചെന്ന് നോക്കട്ടെ. ഞാൻ ഈ വഴി എന്തായാലും ഓട്ടോ കയറില്ലെന്ന് ഉറപ്പാണ്. കാരണം അത്രയും സ്ലോപ്പായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ബാക്കിൽ കണ്ടാൽ എനിക്കറിയും. പിന്നെ ക്ലോക്ക് റൂമൊന്നും ഇല്ല നമ്മളെ KSRTCൻ്റെ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ലഗേജൊക്കെ ബാക്ക് പാക്കൊക്കെ ഷോൾഡറിലാണ്. നല്ല അടിപൊളി കുത്തന്നെ ഒരു ഇറക്കണേയും കാണിച്ചിട്ടുണ്ട. ഇതാ നിൽക്കണം. ഇനിയും ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകാനാ. ഇത് പുതിയ ടയറിങ് ആണ് തോന്നുന്നത്. നല്ല ഫ്രഷ്. ഇതിൽ കൂടി മൃഗങ്ങളെ കൊണ്ടുപോകണ ഭാഗമുണ്ട്. ഇപ്പോൾ കന്നുകാലികൾ കാര്യങ്ങൾ വളർത്തുന്നുണ്ട്. അതിന് പുല്ല് മേക്കാനും എന്തെങ്കിലും കൊണ്ടുപോയതാണ്. നല്ല തമ്പാട്ടാ. ഫുൾ ഈ ഹുഡീസ് ഇട്ടുകൊണ്ട്
രക്ഷപ്പെട്ട്. ഉഡീസ് മാത്രമല്ല, ഉഡീസിൻ്റെ ഉള്ളിൽ വേറൊരു ടീഷർട്ട് കൂടി ഉണ്ട്. അമ്മാര് തണുപ്പായതുകൊണ്ട് വലിച്ച് കയറ്റിയതാണ്. എത്ര തണുപ്പ് പ്രതീക്ഷയില്ല. അതോ റോഡ് കഴിഞ്ഞെന്ന് തോന്നുന്നത്. ഇതുവരെ റോഡുള്ളൂ. നൈസായിട്ടൊന്ന് വഴി തെറ്റി. വീഡിയോ അപ്പോൾ ഈ ചേട്ടൻ വഴി കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് റിട്ടേൺ കയറി കുറച്ചുകൂടി ഇങ്ങനെ ചെന്നാൽ എവിടെ ദൂരത്ത് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകണം എന്നാണ് പിന്നെ ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത്. എന്തായാലും വന്നതല്ലേ, അതും കൂടി കണ്ടിട്ട് ഇനി പോകണുള്ളൂ. ഏതെത്ര ദൂരം എത്തിയിട്ട് അവിടുന്ന് റിട്ടേൺ കയറി നമ്മൾ തൽക്കാലം പാലിക്കല്ലി പോയാൽ അടിപൊളി വെള്ളച്ചാട്ടത്താണ്. അതെങ്ങനെ പോവാ? പാലിക്കല്ലി അവിടെ നിന്ന് മുകളിൽ തന്നെ വെള്ളച്ചാട്ടം തൊട്ടടുത്തില്ല, ദൂരം നിന്ന് കാണാം. തുറന്ന് കാണാം. ഓക്കെ. ഇനി ഈ ഏരിയ കൂടി നമ്മൾ പോകാൻ പറഞ്ഞു. ഒരാളൊരു പശുവിനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ആ വഴി പോകാനാ പറഞ്ഞിട്ടാ. ഈ ചേട്ടന് സ്ട്രോബെറിൻ്റെ ഇതിൻ്റെ കൃഷിയാണ് ഇയാൾക്ക്. കൃഷി മീൻസ് ഇയാൾ വർക്ക് ചെയ്യണം അവിടെ. നമ്മുടെ അങ്ങോട്ടുള്ള യാത്രയിലാണ്. എന്താ ഓഫ് റോഡല്ല, ഇതിൽ പോയി തിരിച്ച് ദീക്കൂടിനെ വരാമെന്ന് പറഞ്ഞു. ഇപ്പം അപ്പുറത്ത് കൂടി പോയാൽ പൈസ വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ദീക്കൂടിനെ പോയി ദീക്കൂടിനെ വരാം. സ്ട്രോബെറി 1 കിലോന് 600 രൂപ കേട്ടോ. ഫ്രഷ് സാധനം അപ്പം പൊട്ടിച്ചു വരുന്ന പറഞ്ഞത്. സ്ട്രോബെറി ഉണ്ട്. പിന്നെ ഇവിടെ നല്ല തണുപ്പാണെന്ന് പറഞ്ഞത് എല്ലാ ടൈമിലും. അതുകൊണ്ട് കുറേ കേരളക്കാരുണ്ടെന്ന് മൂപ്പരിനോട് പറഞ്ഞത്. റോഡ് ഇതാ, വഴിയൊന്നുമില്ല. വഴി നമ്മൾ ഉണ്ടാക്കി പോകണം. വേണ്ട 4x4 വണ്ടിയൊക്കെ പോയി കയറാം. സാധാ വണ്ടിയൊക്കെ പോയാലേ തീരുമാനമാകും വഴി. അങ്ങനെ അവർ പറഞ്ഞ രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇതാട്ടാ. പക്ഷേ മഴ ഇല്ലാത്തതുകൊണ്ട് എന്താ അറിയില്ല, വെള്ളച്ചാട്ടമൊന്നുമില്ല. ചെറുങ്ങനെ ഒരു ചാട്ടം ഉണ്ട്, കാണിച്ചു തരാം. ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ മുകൾക്ക് വലിയ പാറയാണ്. അതിന് മുകളിൽ നിന്ന് വെള്ളം ചാടുമെന്ന് വിചാരിക്കണേ. പക്ഷേ മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കത്തം വെള്ളച്ചാട്ടം നിന്നിക്കണേ. കേട്ടാ, ആ പാറിൻ്റെ മുകളിൽ നിന്ന് കാണാറില്ല, ആടുന്ന് വെള്ളം ചാടുന്നതാണ്. അപ്പം ഇനി എന്തായാലും പരിപാടി കഴിഞ്ഞ് വരുത്താം. ഇനി സ്ട്രോബെറി ഉണ്ട് ഇവിടെ, അത് ചെന്ന് നോക്കട്ടെ. സ്ട്രോബെറിൻ്റെ തോട്ടം കാണാൻ പറ്റുമോ എന്നുള്ളത് ചെന്ന് നോക്കാം. വന്ന ഏരിയ തന്നെയാണ്. ഞാൻ മുകളിലൊരു ബോർഡ് കാണിച്ചില്ല, അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ചെന്ന് നോക്കാം എന്താ പാടെന്ന് പറയാം. റോഡ് ഇതാണ് റോഡ്. സ്ലിപ്പായാലേ കഴിഞ്ഞ കഥ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമ്മളിതാ അവിടെ നിന്നിട്ട് കയറി വന്നേ. മുകളിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് താഴത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ചെന്ന് നോക്കട്ടെ, സ്ട്രോബെറി കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഒരു കൂട്ടം മൈനകളതാ. പണ്ട് സ്കൂളിൽ പോയിരുന്ന ടൈമിലേ ഇവരെ കണ്ടാലേ, ഒന്നിനെ കണ്ടാൽ, ഒരു മൈനെ കണ്ടാൽ അടി കിട്ടും, ദുഃഖം ഉണ്ടാവും. 2 മൈനെ കണ്ട സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. എന്തായാലും കൂട്ടം കണ്ടിക്കണേ, എണ്ണാനൊന്നും പറ്റിയിട്ടില്ല. എത്ര ഉണ്ട് എന്നൊന്നും അറിയില്ല. ഇവിടെ വാഴക്കൃഷിയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കൃഷി മേഖലയാണ്. ഇവിടെ മെയിനായിട്ട് കൃഷി നടക്കുന്നത് സ്ട്രോബെറി ഉണ്ട്, പിന്നെ പഴവർഗ്ഗ ഇതില്ലേ, ധാന്യവർഗ്ഗങ്ങളില്ലേ, കടല, അങ്ങനെ സാധനമൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഒരു വർക്കിനോട് പറഞ്ഞത് കേട്ടോ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതന്നെ. മെയിനായിട്ട് അതാണൊക്കെയാണ് അവിടെ കൃഷി. ഇവർ വീട് നോക്കേ, എന്ത് ചെറിയ വീടല്ലേ. സ്ട്രോബെറി താഴത്ത് നിൽക്കണേ. ഇതാണ് നമ്മളെ ഫാമിൻ്റെ. നിങ്ങളതല്ലേ ഫാമ്? ഇതാ അവരെ ഉടമസ്ഥതയുള്ള ഫാമാട്ടാ. സ്ട്രോബെറി കഴിച്ചു നോക്കാം, ഫ്രഷ് സ്ട്രോബെറി. നടന്ന് കുഴങ്ങി നേരത്തെ പോയിട്ട്. ഒറ്റക്കാ. ഞാൻ പറഞ്ഞേ നേരത്തെ ബീൻസ് ഉണ്ട് എന്നുള്ളതല്ലേ, കൃഷി ഉണ്ട് എന്നുള്ളതിൽ ബീൻസ് ഇതാ. ഇവിടെയൊക്കെ ബീൻസാണ് കൃഷി. നമ്മൾ കണ്ട വെള്ളച്ചാട്ടത്തിന് സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, എവിടെയെന്നല്ല ഇവിടെ. പിന്നെ വേറെ വെള്ളച്ചാട്ടം കൂടി ഉണ്ടെന്നുണ്ട്, ഒരു മാജിക് വാലി. പക്ഷെ അത് കുറേ ദൂരമാണെന്ന് പറഞ്ഞു. പക്ഷെ അത് വെള്ളച്ചാട്ടമല്ല, അങ്ങനെ കായൽ പോലെ പരന്നു വയ്ക്കുന്ന ഒരു സ്ഥലം എന്നറിയില്ല. അതിനേക്കാട് നല്ലതാണ് നമ്മളിവിടെ കണ്ടില്ല ഇതെന്ന് പറഞ്ഞത്. എന്തായാലും സ്ട്രോബെറി കാണാം. സ്ട്രോബെറി തോട്ടത്തിൽ കയറാം. ചെരുപ്പ് ഊരാൻ പറഞ്ഞപ്പോൾ നൈസായിട്ടൊന്ന് വീട് ഇവിടെ ചെരുപ്പ് ഊരാൻ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ചെരുപ്പ് ഊരിയിട്ട് ഞാൻ കയറാം. ആ ഷോക്സ് ഇട്ടൂടെ? നമ്മൾ ഷൂരി.
ആ അത് കഴിഞ്ഞതാ സ്ട്രോബെറി തോട്ടം. ഓക്കെ, അടിപൊളി സ്ട്രോബെറി ഇതാ, ഫ്രഷ് സ്ട്രോബെറി. ഒരു ഹാർവസ്റ്റിങ് കഴിഞ്ഞുകൊണ്ട് കുറവാണെന്ന് പറഞ്ഞവർ ക്വാണ്ടിറ്റി എല്ലായിടത്തുള്ള. നാട്ടിൽ വിഷടിച്ചാൽ കിട്ടും, ഇവിടെ നല്ല ഫ്രഷ് സാധനം കിട്ടും. ഇത് 3 എണ്ണം എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നേട്ടാ. ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഓ എന്താ ജ്യൂസി സാധനം. അടാ ഇത്രയും നല്ല സ്ട്രോബെറി ഒന്നും നാട്ടിലെന്തായാലും കിട്ടൂല. മരുന്നടിക്കാം, ഫ്രഷ് സാധനം. ഇതാ സീസണിലാ? വർക്ക് പോണൊക്കെ അതാ സ്ട്രോബെറി എനിക്ക് കിട്ടി. 1/4 കിലോ തന്നു ചേച്ചി, 150 രൂപ. ഈ സ്ട്രോബെറി വേണമെന്ന്. ആ മുഴുവൻ പോയില്ല, ഞാൻ കുറച്ച് പോയിട്ട് ഇട്ടം പോന്നേ. കുറേ പോണം, ഇവിടെ കണ്ടു വരാം. ആ അച്ഛനക്ക് ഇന്ന് വൈകും കാണിച്ചത് ആദ്യം പറഞ്ഞേ. ആ ഇവിടെ അച്ഛനാണ് എനിക്ക് വഴി കാര്യമൊക്കെ പറഞ്ഞു കേട്ടാ. ഇനി ഇവിടെ ഉള്ള മുകളിൽ നിന്ന് കണ്ടില്ല ആദ്യം വെള്ളച്ചാട്ടം. അയ്യ അതിതാ താഴെന്ന് കാണാൻ പറ്റി നമുക്ക് കേട്ടാ. വെള്ളച്ചാട്ടം കാണാൻ പോകാം. വഴിക്കൂലേ? ആ ഇത് വെളുത്തുള്ളി കൃഷി ഇട്ടേട്ടത്. ഞാൻ നേരെ മുകളിൽ നിന്ന് കണ്ടീന് ഇത്. അപ്പം ഞാൻ എന്താ വെളുത്തുള്ളി കൃഷി. ഇവിടെ മെയിനായിട്ട് സ്ട്രോബെറി പച്ചക്കറിയൊക്കെ അല്ല മെയിനായിട്ട് കൃഷി. അതിന് മുന്നേ സ്ട്രോബെറി ഇല്ല? സ്ട്രോബെറി ഇവിടെ പുതിയതാ. അയ്യവാ വന്താച്ചി ഇന്ത പക്കം. ഇനി ഇതിൽ കൂടി ഇറങ്ങണം എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി ഉണ്ടായതുകൊണ്ട് ചേച്ചിന്ന് വിളിക്കില്ല. പേരാ മറന്നേ. ആ അമലു അതിനായിട്ട് കൊണ്ടുവന്ന് തന്നിരുന്നു. അപ്പം അമലുവിൻ്റെ കൂടെ പോകണേ. ഓ ഇതൊരു ഉള്ളിൽ ടറർ ഏരിയ ഉള്ള നല്ല തണുപ്പിട്ടാ. വെള്ളച്ചാട്ടം ഒന്ന് വഴിക്കാൻ കഴിഞ്ഞ്. അടിപൊളിട്ടാ. മുകളിൽ നിന്നാണ്ട് ചാടുന്ന സ്ഥലം നോക്കെ സൂപ്പർ വെള്ളച്ചാട്ടം. ഇവിടുന്ന് തിരിക്കുകയാണ്, യാത്ര പോവാ. ഘട്ടം കാഴ്ച കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സമാപിക്കാൻ ടൈമായി ഏകദേശം. ഇതാ വന്ന വഴി നല്ല തണുത്ത വെള്ളം. കാലൊക്കെ ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വന്നുകൊണ്ട് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യും. നല്ല അടിപൊളിയാവും. അങ്ങനെ സ്ട്രോബെറി വാങ്ങി പിന്നെ യാത്ര കഴിഞ്ഞ് വരുന്നത്തെ അവർ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിക്കണ്. അവർ സ്ട്രോബെറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ ഏരിയയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്ടർഫാളും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും. അമലു എന്നാണ് പേര്. പിന്നെ ഒരു വാട്ടർഫാൾ കൂടി ഉണ്ട്, പയനി ഇവിടുന്ന് കാണുന്നതാണ് അതിന് മുകളിൽ ചെന്നാൽ. പക്ഷേ വിഷയം എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് പോയാൽ വൈൽഡ് അനിമൽസിൻ്റെ ഏരിയയാണ്. അപ്പോൾ ആനയും കാട്ടുപോത്തൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഒറ്റയ്ക്ക് പോയാൽ ആക്രമിക്കപ്പെടുന്നു പറഞ്ഞവർ. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട. ഒരു 10-15 ആളുടെയും മാത്രം എല്ലാവരും ഏരിയക്ക് പോകലുള്ളൂ എന്നാണ്. അതുകൊണ്ട് ആ പ്രോഗ്രാം ഞാൻ ക്ലോസ് ആക്കി. നല്ല കിതപ്പുണ്ട്, ഒന്നും കഴിച്ചില്ല രാവിലെ. ഇതാണ് ഇവരെ വീട്, മീൻസ് കൃഷി സംബന്ധമായിട്ടുള്ള വീട്. ഇവിടുത്തെ കൃഷിയാട്ട ഫുള്ള് ജാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെടുത്ത്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കത്തിച്ചിട്ട് പറയാൻ വയ്യ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്. പിന്നെ കമൻറ്റും ലൈക്കൊക്കെ കണ്ട് വാരി വിതറിക്കാളി. ബൈ, സി യു.